ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ദിവസം ആയിരിക്കുക. നമ്മുടെ ഈ ഒരു എസ്പെഷ്യലി കാർലോ എന്ന് പറയുമ്പോൾ മില്ലേനിയൽ സെയിന്റ്, അതുപോലെ ഫ്രസാട്ടി ആണെങ്കിലും ഒത്തിരി യൂത്ത്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇവരെ ആൾത്താരയിലേക്ക് ഉയർത്തപ്പെടുന്നു, വിശുദ്ധരായിട്ട് ഉയർത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇവരെ നമ്മളെ നോക്കി ചലഞ്ച് ചെയ്യാണ്. ഈ ഒരു നൂറ്റാണ്ടിലായിരുന്നു കൊണ്ട്, ഈ ലോകത്തിലായിരുന്നു കൊണ്ട്, എന്നാൽ ലോകത്തിൻ്റെതല്ലാതെ തന്നെ എന്താ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് ഈശോയുടെ കൈ പിടിച്ചു പോവാമെന്ന് നമുക്കറിയാം. ഇവരുടെ ഒരു ലൈഫ് സ്റ്റോറി ഒക്കെ വായിക്കുമ്പോൾ കാർലോ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള, ജോയ്ഫുൾ, വൈബ്രന്റ്, അതുപോലെ തന്നെ ഫ്രസാട്ടിയും അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ പോകുന്ന ഒരാളാണ് ഫ്രസാട്ടിയും. കൂട്ടുകാരെയും വീട്ടുകാരെ പോലും ഇവാഞ്ചലൈസ് ചെയ്യാനായിട്ട് ഈ രണ്ടുപേർക്കും സാധിച്ചു എന്നുള്ളത് കാർലോയുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. കാർലോയുടെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഒത്തിരി ഭാഗ്യം ചെയ്ത ഒരു സ്ത്രീയാണ് അവരെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാർലോയുടെ ജീവിതം വഴിയാണ് അമ്മ ട്രാൻസ്ഫോംഡ് ആവുന്നത്, കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തിരികെ വരുന്നത്, വിശ്വാസത്തെ അവര് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങുന്നത്. ഫ്രസാട്ടി ആണെങ്കിലും അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഫാമിലി പോലും അറിയുന്നത് എന്താണ് അദ്ദേഹം ഒത്തിരി ക്രിസ്തുവിനെ കൊടുത്തിട്ടുള്ള ഒരു ആളാണെന്ന്. അപ്പം ഈ രണ്ടുപേരും നമ്മൾ പ്രത്യേകിച്ച് കൗമാര യൂത്ത്ഫുൾ ആയിട്ടുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിൽ നിൽക്കുന്ന ആളുകളെ നോക്കി ചിരിച്ചുകൊണ്ട് പറയാന്ന്, കേറി വാടാ മക്കളെ എന്ന് പറയുന്ന പോലെ ഈശോയുടെ അടുത്തേക്ക് വായോ, ഒരു കൂളിംഗ് ഗ്ലാസ് ഇട്ട്, ട്രെക്കിംഗ് പോള് പിടിച്ചിട്ടുള്ള, ഒരു പൈപ്പൊക്കെ പിടിച്ച്, ലാപ്ടോപ്പ് ബാഗ് പിടിച്ചിട്ടുള്ള രണ്ട് വിശുദ്ധരെ നമുക്കിന്ന് കിട്ടുമ്പോൾ നമുക്ക് ഒത്തിരി പുഞ്ചിരിയോടെ തന്നെ ഈ ഒരു വിശുദ്ധിയിലേക്കുള്ള യാത്രയിലേക്ക് നടന്നെടുക്കാനാണ് ഇവർ രണ്ടുപേരും നമ്മളോട് പറഞ്ഞു വെക്കുക. നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ കാർലോ എപ്പോഴും പറയുന്നുണ്ട്, രണ്ടുപേരുടെയും ജീവിതത്തിൽ നമുക്ക് കാണാവുന്ന ഒരു സാധനം, ഒരു കാര്യമാണ് ദിവ്യകാരുണ്യ ഭക്തി. കാർലോ പറയുന്നുണ്ട്, യുക്രിസ്റ്റ് ഇസ് ദ ഹൈവേ ടു ഹെവൻ. ദ മോർ യു റിസീവ് യുക്രിസ്റ്റ്, ദ മോർ യു ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്. ഈശോയെ പോലെ ആവാനായിട്ട് വിശുദ്ധ കുർബാനയിലെ ഈശോയെ കൂടുതൽ സ്വീകരിക്കാനായിട്ട് കാർലോ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രസാട്ടിയുടെ ജീവിതത്തിൽ ടു ദ ഹൈറ്റ്സ് എന്ന് പറയുന്ന മോട്ടോ ആയിട്ട് ഫ്രണ്ട്സിനെ ഇറ്റാലിയൻ ആൽപ്സിലേക്കൊക്കെ ട്രെക്കിങ്ങിന് വേണ്ടിയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ കുർബാന, കൊന്ത, വിശുദ്ധ ബൈബിൾ വായന, ഇതൊക്കെ ആയിട്ട് കൂട്ടുകാരെ കൊണ്ടുപോകുമ്പോൾ എത്രമാത്രം നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ നമ്മുടെ ഈ ഒരു ഈശോയുമായിട്ടുള്ള ജീവിതത്തിന്റെ ആ ഒരു സുഗന്ധം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും അവരെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും സാധിക്കുമെന്ന് അവര് നമ്മുടെ മുൻപിൽ ഇങ്ങനെ കാണിച്ചു തരുമ്പം എന്താണ് വളരെ പ്രത്യാശയോടുകൂടിയാണ് ഈ ഒരു പ്രത്യാശയുടെ വർഷത്തിൽ കൂടെ നമ്മളായിരിക്കുമ്പോൾ രണ്ടുപേരും ഒത്തിരി പ്രത്യാശയോടെ ജീവിതത്തെ മുന്നിൽ കാണാൻ, പ്രത്യേകിച്ച് അവസാന നാളുകളിൽ രണ്ടുപേരെ നോക്കുമ്പോഴും ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോയതാണ്. കാർലോ ക്യാൻസർ ഉണ്ടായിരുന്നു, പോളിയോ, ഇത് മറ്റ് പല ബുദ്ധിമുട്ടുകളിലൂടെയും ഫ്രസാട്ടി കടന്നുപോയിട്ടുണ്ട്. തങ്ങളുടെ സഹനങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ച രണ്ടുപേര് മരണത്തെ ഭയമില്ലാതെ മരണത്തിലൂടെ ഈശോയിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ള പ്രത്യാശയിലായിരിക്കുന്ന രണ്ടുപേരാണ് നമുക്കിന്ന് വിശുദ്ധരായിട്ട് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രത്യാശയോടെ മുന്നോട്ട് പോവാനായിട്ട് ഇവര് നമ്മളെ എന്താണ് പ്രേരിപ്പിക്കുന്നുണ്ട്, നമ്മളെ പുഷ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ദിവസത്തില് നമ്മള് ആയിരിക്കാം. ഫ്രസാട്ടിയുടെ ഒരു ജീവിതമൊക്കെ ഈ ദിവസങ്ങളിൽ വായിച്ചു നോക്കുമ്പോഴത്തേക്കും എന്താണ് ഫ്രണ്ട്സായിട്ട് പുള്ളി ട്രെക്കിങ്ങിന് പോകുന്നു, പാവപ്പെട്ടവരെ സഹായിക്കുന്നു, തനിക്കുള്ളത്, അതായത് ഒരു വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതെയാണ് പല കാര്യങ്ങളും ഫ്രസാട്ടി ചെയ്തു വെക്കുന്നത്. ഫ്രസാട്ടിയുടെ ഒരു നാനിയെ പറ്റിയും അതുപോലെ തന്നെ കാർലോയുടെ നാനിയെ പറ്റിയും കഴിഞ്ഞ ദിവസം കാണാനായിട്ടിടയായി. കാർലോയുടെ നാനി ഒരു ഹൈന്ദവ വിശ്വാസിയായിട്ട് കാർലോയുടെ വിശ്വാസം കണ്ടിട്ട് ഈശോയിലേക്ക് അടുത്തു വരുന്ന, ഈശോയിലേക്ക് ആകൃഷ്ടനായി ഒരു കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ അത് നമ്മുടെ മുന്നിൽ ഒരു വലിയ മാതൃകയാണ്. കാരണം നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങള്, എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് പാപ്പയാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കേണ്ടത് മറ്റുള്ളവർ നമ്മളോട് ചോദിക്കണം, വാട്ട് ഇസ് സ്പെഷ്യൽ ഇൻ യു, അതെന്റെ ഈശോ ആണ് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട്, ഈശോ പകർന്നു കൊടുക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കണമെന്ന് ഈ രണ്ട് വിശുദ്ധരാവാൻ പോകുന്ന രണ്ടുപേരും നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും തീർച്ചയായിട്ടും ആ ഒരു വഴിയെ നമുക്ക് നീങ്ങാം. താങ്ക് യു അലീന. താങ്ക് യു. അലീന പറഞ്ഞതുപോലെ രണ്ട് വിശുദ്ധരും ഇന്നത്തെ യൂത്തന്മാരോട് പറയുന്നുണ്ട്, കയറിവാട മക്കളെ വിശുദ്ധിയിലേക്ക്. വളരെ മനോഹരമായിട്ടുള്ളൊരു വാചകമായിരുന്നു.